സിദ്ധാർത്ഥുമായി പിരിയുന്നില്ലെന്നുള്ള ആ കടുത്ത തീരുമാനം അങ്ങനെ സുമിത്ര എടുക്കുകയാണ്. വക്കീല് വന്ന് ശ്രീനിലയത്തിൽ വന്ന് സംസാരിച്ചതനുസരിച്ച് ആദ്യമൊന്നും സുമിത്ര ആ തീരുമാനം എടുക്കാൻ തയ്യാറായില്ലെങ്കിലും അവസാന നിമിഷം ആ തീരുമാനം തുറന്നു പറയുകയാണ്. അങ്ങനെ സുമിത്ര സിദ്ധാർത്ഥുമായി പിരിയുന്നില്ലെന്നുള്ള തീരുമാനവും സിദ്ധാർത്ഥിനെ വേദികനെ ഒരു പാഠം പഠിപ്പിക്കണമെന്നും തൻ്റെ കയ്യിൽ നിന്ന് നിസ്സാരമായി വിവാഹമോചനം നേടി സിദ്ധാർത്ഥ് പോകണ്ട എന്ന് സുമിത്ര തീരുമാനിക്കുകയാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് വേദികയുടെ സിദ്ധാർത്ഥിൻ്റെ വിജയമായിരിക്കുമെന്നും സിദ്ധാർത്ഥിൻ്റെ ജീവിതത്തിലേക്ക് വേദിക കടന്നു വന്നു കഴിഞ്ഞാൽ അതൊരു പക്ഷേ ആ കുടുംബത്തിൻ്റെ താളം തന്നെ തെറ്റിക്കുമെന്നും ഒരു പക്ഷേ തൻ്റെ മകളുടെ ജീവന് വരെ അത് അത്യാപത്താണെന്നും സുമിത്ര മനസ്സിലാക്കുന്നു. അങ്ങനെ സിദ്ധാർത്ഥിൻ്റെ ജീവിതത്തിൽ നിന്ന് താൻ ഒഴിഞ്ഞു പോകുന്നില്ല എന്നുള്ള ആ കടുത്ത തീരുമാനം സുമിത്ര എടുക്കുകയാണ്. സുമിത്രയുടെ ആ അപ്രതീക്ഷിത തീരുമാനത്തിൽ ആകെ ഞെട്ടിവിറച്ചു പോവുകയാണ്. സമ്പത്തിൻ്റെ അതേ നിലപാട് തന്നെ സുമിത്രയും എടുക്കുന്നതോടുകൂടി ശ്രീനിലയവും സുമിത്രയ്ക്കൊപ്പം നിൽക്കുകയാണ്. സമ്പത്തും ആ തീരുമാനത്തെ നേരിട്ട് വന്ന് അഭിനന്ദിക്കുന്നു. അങ്ങനെ ഒരിക്കലും വേദികയും സിദ്ധാർത്ഥും തൻ്റെ കനിവ് കൊണ്ട് ഒരു മോശപ്പെട്ട ജീവിതം ജീവിക്കണ്ടെന്നും വേദിക സിദ്ധാർത്ഥിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അത് വലിയ ആപത്തുകൾ ക്ഷണിച്ചു വരുത്തുമെന്നും സുമിത്രയ്ക്ക് മനസ്സിലാകുന്നതോടുകൂടി അവസാന നിമിഷം സുമിത്ര ആ തീരുമാനം മാറ്റുന്നു. ഈ വരുന്ന 15-ാം തീയതി സുമിത്ര ആ തീരുമാനം പറയുന്നു. അങ്ങനെ സുമിത്ര ആ തീരുമാനം എല്ലാവരോടും പറയുകയാണ്, ഞാൻ സിദ്ധാർത്ഥുമായി പിരിയാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആ വ്യാമോഹങ്ങൾ സിദ്ധാർത്ഥിൻ്റെ വേദികയുടെ അവസാനിക്കുകയാണ്. സുമിത്ര എന്നേക്കുമായി പിരിഞ്ഞു പോകുമെന്നുള്ള ആ ചിന്ത അവരിൽ നിന്ന് അപ്രതീക്ഷിതമാവുന്നു. അങ്ങനെ സുമിത്ര ഒരിക്കലും പിരിഞ്ഞു പോകില്ലെന്നുള്ള ആ തീരുമാനം എടുക്കുന്നു.